ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇട്ടു. അപ്പം എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവച്ചു. അപ്പോൾ കുറച്ച് കൂട്ടുകാർക്ക് ഒരു സംശയം, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നമ്പറാണോ എന്ന്. അപ്പം ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഇത് തട്ടിപ്പല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇന്ന് അതിൻ്റെ ഒരു തെളിവ് നിങ്ങൾക്കായിട്ട് തരാം എന്ന് കരുതിയാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ നീട്ടുന്നില്ല. ഞാൻ കാണിക്കുന്നത് എൻ്റെ സ്വന്തം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ആ ദിവസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ അക്കൗണ്ടിൽ മാർച്ച് 14-ാം തീയതി വെറും 35 രൂപയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 500 രൂപ വന്നതായിട്ട് കാണുന്നു. അത് എൻ്റെ ഒരു സുഹൃത്തിന് കടം കൊടുത്ത എമൗണ്ട് തിരിച്ചു വന്നതാണ്, തിരിച്ചയച്ചതാണ്. പിന്നെ കാണുന്നത് ഒരു 2,64,617 രൂപ. ആ എമൗണ്ട് വന്നത് KSF-ൽ നിന്നാണ്. അത് ഞാൻ KSF-ൽ ഒരു ചിട്ടി കൂടി അതിൻ്റെ എമൗണ്ട് വന്നതാണ്. അതുകൂടി ചേർന്ന് 2,65,152 രൂപയാണ് ടോട്ടൽ ബാലൻസ്. പിന്നെയാണ് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പോകുന്നത്. അത് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ചിലവാക്കിയതായിട്ടാണ് അതിൽ കാണുന്നത്. പക്ഷേ അത് ഞാൻ ചിലവാക്കിയതല്ല. 8 ട്രാൻസാക്ഷൻ, 45,910 രൂപ, 24,150 രൂപ, 4,998 രൂപ 88 പൈസ, 8,509 രൂപ, 8,509 രൂപ, 5,000 രൂപ, 5,000 രൂപയുടെ 3 ട്രാൻസാക്ഷൻ, പിന്നെ 1,300 രൂപ. അങ്ങനെ മൊത്തം 99,867 രൂപ 88 പൈസ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽസ് ആയിട്ട് കാണുന്നുണ്ട്. ഈ മുഴുവൻ എമൗണ്ടും അന്നേ ദിവസം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽസ് ആയിട്ട് പോയ മുഴുവൻ എമൗണ്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തട്ടിപ്പുകാർ തട്ടിച്ചു കൊണ്ടുപോയത് തന്നെയാണ്. ഞാൻ ഇതിലൊന്നും കള്ളത്തരം പറയുന്നൊന്നുമില്ല, ഇത് സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഞാനിത് ഷെയർ ചെയ്യുന്നത് ശരിക്കും എൻ്റെ കൂട്ടുകാർക്ക്, ഇത് കാണുന്നവർക്ക് അതൊരു മുൻകരുതൽ. നമ്മൾ മൊബൈലിൽ ഇപ്പോൾ ആരെ വിളിച്ചാലും കേൾക്കുന്നതാണ് ഇതുപോലെ ക്രൈം നടക്കുന്നുണ്ട്, അപ്പോൾ അത് ക്രൈം നടന്നു കഴിഞ്ഞാൽ 19:30 വിളിക്കണമെന്നൊക്കെ. എന്നിട്ടും നിരന്തരം നമ്മൾ കേട്ടിട്ടും ഇതിലൊക്കെ പെട്ടുപോകുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്ത തരത്തിലൊരു മുന്നറിയിപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും. പിന്നെ ഇതിൽ ഒരു രസകരമായ കാര്യമുണ്ട്. ഈ തട്ടിപ്പ് നടത്തിയവരൊരു പ്രത്യേക തരത്തിലുള്ള അൽഗോരിതം ഉപയോഗിച്ചാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് എടുത്തിട്ടുള്ളത്. അത് ഈ ട്രാൻസാക്ഷൻ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അത് ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ കുറച്ച് എമൗണ്ടൊക്കെ ഒരു ദിവസം ചിലവാക്കി വയ്ക്കാം. അപ്പോൾ അവർ വൈകുന്നേരമാണ് ഈ ട്രാൻസാക്ഷൻ നടത്തുന്നത്. അല്ലെങ്കിൽ അവർ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് 24 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയേക്കാം. അതുകൊണ്ട് അവർ ഒറ്റ സ്റ്റെപ്പിൽ 1 ലക്ഷം അല്ലെങ്കിൽ 99,000 എന്നൊരു എമൗണ്ടിലേക്ക് പോയിട്ടില്ല. അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 45,000 അല്ലെങ്കിൽ 50,000 അടുത്തുള്ള പകുതി, അതായത് UPI ലിമിറ്റിൻ്റെ, ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന UPI ലിമിറ്റിൻ്റെ പകുതി, ഏകദേശം 50,000 രൂപയിൽ തുടങ്ങി ആണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ അവർ നടത്തുന്നത്. അന്നേരം അത് സക്സസ് ആയി. അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ 24,000 ആ ചെയ്തതിൻ്റെ പകുതി ഒന്നുകൂടി ട്രൈ ചെയ്യുകയാണ്. അതാണ് അവരുടെ അൽഗോരിതം. പിന്നെ കാണുന്നത് 5,000 രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ്. 4,998, 5,000-ൻ്റെ 3 എണ്ണം, ഇതിനിടയ്ക്ക് 8,509 ഒരെണ്ണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ OTP നോക്കിയാൽ എനിക്ക് മനസ്സിലാവും, അവർ അവസാനത്തെ ശ്രമം നടത്തുന്നത് 1,500 രൂപയ്ക്കാണ്. 1,500 രൂപയ്ക്ക് വേണ്ടി എൻ്റെ അക്കൗണ്ടിലേക്ക് OTP ഇട്ടു. അവർ OTP എടുത്തു, അത് കൊടുത്തു. അപ്പോൾ UPI ലിമിറ്റ് കഴിഞ്ഞതായിട്ട് അവർക്ക് കാണിച്ചു കാണും. അതുകൊണ്ടാണ് അവർ ഉടനെ തന്നെ 1,300-ലേക്ക്, ഒരു 200 രൂപ താഴ്ത്തി 1,300-ലേക്ക് അവർ ശ്രമം നടത്തി. അതും വിജയിച്ചാണ് അവർ പോയിട്ടുള്ളത്. പിന്നെ ഒരു ട്രാൻസാക്ഷൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 150-130 രൂപയോ കിട്ടും. അതിനുവേണ്ടി അവർ നിന്നില്ല. എന്തായാലും 1 ലക്ഷം രൂപയ്ക്ക് തുച്ഛമായ എമൗണ്ട് താഴെ, ഒരു 130ഓളം രൂപയുടെ കുറവിൽ അവർ ബാക്കി മുഴുവൻ കൊണ്ടുപോവുകയാണ്. അവരുടെ ലിമിറ്റ് മാക്സിമം അവർ ഉപയോഗിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഞാൻ ആകെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേയും പിന്നെ ഫെഡ് മൊബൈൽ ആപ്പിൻ്റെ UPI മാത്രമാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത മറ്റു പല UPI ആപ്പുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ബ്ലിങ്കിറ്റ് ഞാൻ കേട്ടിട്ട് പോലുമില്ല, അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടേ ഇല്ല, ഇപ്പോഴും അറിയില്ല. പിന്നെ റൂസ്റ്റർ സ്പോർട്സ് ടെക് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. പിന്നെ ആമസോൺ പേ, അത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ടില്ല, എനിക്കതിൽ അക്കൗണ്ടും ഇല്ല.
ചിലപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ 3 UPI ആപ്പുകളിലും മിക്കവാറും എൻ്റെ ഇതുണ്ടാവും, എൻ്റെ അക്കൗണ്ട് ഉണ്ടാവും. ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, തട്ടിപ്പുകാർ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് നിലവിൽ കാണാൻ സാധ്യത ഉണ്ട്. ഈ 2-3-4 ദിവസത്തിനിടയിൽ എനിക്കുണ്ടായ 1-2 അനുഭവങ്ങൾ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാം. എനിക്കിപ്പോഴും പല ഭാഗത്തുനിന്നായിട്ട് മൊബൈലിൽ കോൾ വരുന്നുണ്ട്. ഹിന്ദി സംസാരിക്കുന്നവരാണ് എന്നോട് സംസാരിക്കുന്നത്. ഒരിക്കലും ഞാൻ ബാങ്കിലിരുന്നപ്പോഴാണ് എന്നെ വിളിച്ചത്. അന്നേരം കോള് ഞാൻ കണക്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ബാങ്ക് മാനേജർ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിച്ചു. അത് സ്കാം നടത്തിയവരാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം എനിക്ക് പിന്നെയും ഒരു കോള് വന്നു. കോള് വന്നത് അവരൊരു ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ അതും ജെന്യുവിനല്ല. കാരണം ഞാൻ അവരോട് കളിതമാശകൾ പറഞ്ഞ് അല്ലെങ്കിൽ അവരെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ ഇതിനിടയിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് എവിടെയൊക്കെയാണ് അക്കൗണ്ട് ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് എവിടെയാണെന്ന് താങ്കൾക്ക് പറയാമോ, ബാങ്കിൽ നിന്നല്ലേ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, അതുകൂടാതെ SBIയുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ SBI ഉപേക്ഷിച്ചിട്ട് ഏകദേശം 8 വർഷത്തിൽ കൂടുതലായി. എന്നിട്ടും അവർക്കതിൻ്റെ ഡേറ്റ കിട്ടുകയുണ്ടായി. വിളിച്ചത് ഉറപ്പായും സ്കാംകാരാണ്. ഒരിക്കലും ഒരു ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവും എന്നെ വിളിക്കാൻ ഒരു സാധ്യതയില്ല എന്നാണ് എൻ്റെ സുഹൃത്തുക്കളായ സൈബർ സെല്ലിലെ ഞാനിപ്പോൾ പരിചയപ്പെട്ട 1-2 ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവരല്ല, ഈ ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ല, അതും സ്കാമിൻ്റെ ആൾക്കാർ തന്നെയാണ്. അവർ വിടാതെ പിടികൂടിയിട്ടുണ്ട്. നോക്കാം നമുക്ക് ഇതെന്താവുമെന്ന്. ഞാൻ ഇത്ര രസകരമായി ചിരിച്ചുകൊണ്ട് പറയുന്നത് കൊണ്ടായിരിക്കും എൻ്റെ കൂട്ടുകാർ ചിലപ്പോൾ ഇങ്ങനെ കരുതിയത്, ഞാൻ തട്ടിപ്പുമായിട്ട് വന്നതാണ് എന്ന് കരുതിയത്. ഞാനിപ്പോൾ ചിരിക്കുന്നതിന് വേറെ ഒരു കാര്യമുണ്ട്. മീൻസ് ഞാൻ ഇനി വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന എമൗണ്ട് കൊണ്ടുപോയി. അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ പോലീസ് വിഭാഗം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ അത് സാധ്യത അറിയില്ല. നമുക്ക് കിട്ടിയാൽ കിട്ടി, നമ്മൾ അങ്ങനെ മാത്രം കരുതുക. ഈ എമൗണ്ട് പോയി എന്ന് കരുതി നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ച് മുന്നോട്ട് പോയിട്ട് യാതൊരുവിധ കാര്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കണം. ഇങ്ങനൊരു സമയത്ത് ചിലപ്പോൾ ഈ സാമ്പത്തികം നഷ്ടപ്പെടുന്നത് പോലെ മറ്റ് എന്തൊരു വിഷമം വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. കാരണം നമ്മുടെ ജീവിതം നമ്മുടെ മാത്രം ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലുമാണ്. എന്തായാലും എൻ്റെ മറ്റു ചില കൂട്ടുകാരുടെ കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. എൻ്റെ ചില കൂട്ടുകാർ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എനിക്ക് പണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ട്, എത്രയാ എമൗണ്ട് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ട് ആ ഒരു രാത്രി കൊണ്ട് തന്നെ അവർ 2-3 പേര് ചേർന്ന് ആ എമൗണ്ട് പലരെന്നായി വാങ്ങി കൂട്ടി സംഘടിപ്പിച്ച് വെച്ചു. കാരണം ഞാൻ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനു വേണ്ടി കരുതിയതാണ് എന്ന് പോലും ചോദിക്കാതെയാണ് അവർ ആ എമൗണ്ട് കണ്ടെത്തി വെച്ചത്. കാരണം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ പിടിച്ചു നിൽക്കാൻ ആ ഒരു സമയത്ത് ആ എമൗണ്ട് വളരെ അത്യാവശ്യമാണോ എന്ന് സംശയിച്ചിട്ട് എന്നോട് ചോദിക്കാതെ ആ എമൗണ്ട് കണ്ടെത്തി വെച്ചവർ എൻ്റെ കൂട്ടുകാരായിട്ടുണ്ട്. ആ കൂട്ടുകാരെ ഞാൻ ഈ സമയത്ത് ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു.